സംസ്ഥാനത്തെ സ്കൂളുകളിൽ സൂംബ ഡാൻസ്, അതുപോലെ എയറോബിക്സ്, യോഗ തുടങ്ങിയവയൊക്കെ തന്നെ നടപ്പാക്കുന്നുണ്ട്. കുട്ടികൾക്ക് ശാരീരികവും മാനസികവുമായ ഒരു ഉല്ലാസം കിട്ടുക, അവരുടെ പഠന പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി അവർക്ക് കുറച്ച് റിലാക്സേഷൻ കിട്ടുക, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന് വിദ്യാഭ്യാസ വകുപ്പ് ഒരു തീരുമാനമെടുത്തപ്പോൾ ചില മതസംഘടനകൾ പറയുകയാണ് സൂംബ ഡാൻസ് എന്ന് പറയുന്നത് ആഭാസകരമാണ്, അല്പവസ്ത്രധാരികളായ കുറേ ആളുകൾ ചെയ്യുന്ന നൃത്തമാണ്. സത്യത്തിൽ എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ചില ആളുകളുടെ പ്രതികരണങ്ങൾ, അതൊരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടതാണ്. ഒപ്പം ഞങ്ങളുടെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണെന്നും ഈ അല്പവസ്ത്രധാരികളായിട്ട് നടക്കാനല്ല, നൃത്തം ചെയ്യാനല്ല എന്നൊക്കെ പറയുന്നു. സത്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനെ ഇത്രത്തോളം വിമർശിക്കേണ്ട കാര്യമുണ്ടോ? അതിൽ രണ്ട് തരത്തിലെടുക്കാം. ഒന്ന്, വിദ്യാഭ്യാസ വകുപ്പ് ഈ ഒരു പേര്, ഇപ്പോൾ സൂബ ഫിറ്റ്നസ് എന്നുള്ള പേര് അവരെടുക്കാൻ കാരണം ഇതൊരു ക്യൂബൻ പേരുമായിട്ടുള്ള ഒരു ക്യൂബൻ പേരുണ്ട്, റൂംബ എന്നുള്ള പേരുണ്ട്. ആ റൂംബയുടെ പേരുമായിട്ട് സാമ്യം നിലയിലേക്കാണ് ഈ പറയുന്ന സൂംബ ഫിറ്റ്നസ് വന്നത്, അതിൻ്റെ പേരിലാണ്. അപ്പോൾ ഈ ക്യൂബയുടെ പ്രധാനപ്പെട്ട ക്യൂബയിൽ ഉപേക്ഷിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഒരു വില കൊടുത്ത് വാങ്ങിക്കുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത് വച്ചു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് എന്താണ് സൂംബ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡാൻസിൻ്റെ പ്രത്യേകതയെ സംബന്ധിച്ച് ഒന്നും കേരളത്തിന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് അറിയില്ല. കാരണം സാമാന്യന് ബോധമില്ലാത്തൊരു മനുഷ്യനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും അധികം പഠിച്ചിട്ടില്ല. അപ്പോൾ സൂംബ ഫിറ്റ്നസ് എന്ന് പറയുന്ന പരിപാടി യഥാർത്ഥമായിട്ട് ജനങ്ങൾക്ക് ഏത് തരത്തിൽ പ്രയോജനപ്പെടുന്നതാണ് എന്നുള്ളത് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് വലിയ പരാജയമാണ്. ഇപ്പം ഇതിനകത്ത് പ്രധാനമായിട്ട് വന്നിരിക്കുന്നത് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ചില ആളുകൾക്ക് അവരുടെ മതവികാരങ്ങൾ വ്രണപ്പെടുത്തുന്നു, പാശ്ചാത്യ നൃത്ത പരിപാടിയാണിത് എന്ന് പറഞ്ഞിട്ടാണ് അവർ വിമർശിക്കുന്നത്. കാരണം ഇത് കൊളംബിയനാണല്ലോ, കൊളംബിയൻ ആവുന്ന സമയത്ത് പാശ്ചാത്യനാണ്. ആ പാശ്ചാത്യനാവുന്ന സമയത്ത് ഒരു കാരണവശാലും ഞങ്ങളുടെ മതവിഭാഗത്തിന് അത് ചേരുന്നതല്ല എന്ന് പറഞ്ഞിട്ടാണ് നിശ്ചയിക്കുക. കാരണം ഇന്നിപ്പോൾ കേരളത്തിൽ പരിപാടികൾ തീരുമാനിക്കുന്ന ആരാ? കേരളത്തിലെ പരിപാടികൾ തീരുമാനിക്കുന്നത് കേരള സർക്കാരല്ലല്ലോ. ഇല്ല, കേരളത്തിൽ പരിപാടികൾ തീരുമാനിക്കുന്നത് ഇസ്ലാമിക തീവ്രവാദികൾ പരിപാടികൾ തീരുമാനിക്കുന്നു, ക്രിസ്ത്യൻ ഫണ്ടമെന്റലിസ്റ്റുകൾ പരിപാടി തീരുമാനിക്കുന്നു. അവർ തീരുമാനത്തിന്റെ അപ്പുറത്തേക്ക് ഒന്നും പോകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞൊരു 50-60 വർഷമായിട്ട് കേരളത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന് സാധിച്ചിട്ടില്ല. അത് 1959 നടന്ന വിമോചന സമരത്തിന് ശേഷം കേരള സർക്കാരിന്റെ കയ്യിൽ നിന്ന് വിദ്യാഭ്യാസ വകുപ്പ് കൈവിട്ടു പോയിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് നടക്കുന്നത്. ഇപ്പോൾ സൂംബ ഫിറ്റ്നസ് ഇതൊരു ഫിറ്റ്നസ് ആണെന്ന് പോലും ഇതിനെ എതിർക്കുന്ന ഈ നൃത്ത പരിപാടികൾ എതിർക്കുന്ന ആളുകൾ മനസ്സിലാക്കുന്നില്ല. ഇതൊരു ഫിറ്റ്നസ് പ്രോഗ്രാമാണ്. അതുകൊണ്ടാണ് ഏകദേശം 186 രാജ്യങ്ങൾ ഇതുണ്ട്. ഏകദേശം 1.5 കോടി ആളുകൾ ഈ സംഗതികൾ പഠിപ്പിക്കുന്നുണ്ട്. ഇത് വലിയൊരു ജനവിഭാഗത്തിനിടയ്ക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിനകത്ത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ ഒരു ഹിഡൻ അജണ്ടയും ഈ സൂംബ ഡാൻസിന് പിന്നിലില്ല, ഫിറ്റ്നസിന്റെ പേരിലില്ല. ഇതിനെ അങ്ങനെ വരുത്തി തീർക്കുന്ന കാര്യത്തിലാണ് ഇസ്ലാമിക തീവ്രവാദികൾ. കാരണം പാശ്ചാത്യ നൃത്ത വിഭാഗങ്ങൾ ഒന്നും തന്നെ ഇവർക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. കാരണം പാശ്ചാത്യ നൃത്യ വിഭാഗങ്ങളിലുള്ള അല്പവസ്ത്രധാരികൾ എന്നുള്ള പ്രയോഗങ്ങളൊക്കെ അതൊക്കെ എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് പറയാൻ വേണ്ടി സാധ്യമല്ല. അത് വേണമെങ്കിൽ വസ്ത്രം ധരിപ്പിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ ഇവരുടെ പ്രശ്നങ്ങൾ തീരുമോ? കുട്ടികൾ അവിടെ ഡാൻസ് ചെയ്യുന്ന സമയത്ത്, കുട്ടികൾ യോഗ ചെയ്യുന്ന പോലെ, സൂംബ ഡാൻസ് ചെയ്യുന്ന പോലെ കുട്ടികൾ ഡാൻസ് ചെയ്യുന്ന സമയത്ത് അവർ യൂണിഫോമിലാണ് ചെയ്യുന്നതെങ്കിൽ ഇവർക്ക് എന്താ അഭിപ്രായം പറയാൻ വേണ്ടി സാധിക്കുക? ഏതാണെങ്കിലും ഒന്ന് വളരെ വ്യക്തമാണ്, മതങ്ങൾ പല കാര്യങ്ങളിലും അനാവശ്യമായിട്ട് ഇടപെടുന്നു. മതങ്ങൾക്കൊരു പരിധികൾ നിശ്ചയിക്കണം. മതങ്ങൾ എല്ലാത്തിലും ഇടപെടാൻ പാടില്ല, അത് ഏത് മതവിഭാഗമാണെങ്കിലും. ക്രൈസ്തവ, ഹൈന്ദവ, ഇസ്ലാമിക മതവിഭാഗങ്ങൾ ഒന്നും തന്നെ പരിധി വിട്ട് ഇടപെടാൻ വേണ്ടി പാടില്ല. ഇതിപ്പോൾ ഇടപെടുന്നതിൻ്റെ കുറേ കാലങ്ങളായിട്ട്. ആദ്യകാലത്ത് അവരിടപെട്ടത് ഭരണത്തിലിടപെട്ടത് അങ്ങനെയാണല്ലോ. കേരളത്തിലെ വിമോചന സമരം ഉണ്ടായത് അതിൻ്റെ പേരിലാണല്ലോ. ഈ വിമോചന സമരം കേരളത്തിൽ 10,000-കണക്കിന് ആളുകളെ തെരുവിലിറക്കിയിട്ടുള്ള വലിയൊരു സമരമാണ്. ഈ സമരത്തിന്റെ ഭാഗമായിട്ടാണ് വിദ്യാഭ്യാസ രംഗം പൂർണ്ണമായിട്ട് ഒരു മതവിഭാഗത്തിന്റെ പേരിൽ ഇവർ അടിയറ വെച്ചല്ലോ. ഇന്ന് മറ്റൊരു മതവിഭാഗം ശക്തി പ്രാപിച്ചിരിക്കുന്നു. അവർ നിരക്ക് വർദ്ധിച്ചിരിക്കുന്നു. അവർ കേരളത്തിന്റെ സാമ്പത്തിക രംഗത്തും കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തും കേരളത്തിന്റെ സാമൂഹ്യ രംഗത്തൊക്കെ അവരുടേതായിട്ടുള്ള വലിയൊരു പങ്കാളിത്തം അവർ വഹിക്കുന്നു. വലിയൊരു സ്വാധീനം അവർ ഉറപ്പിച്ചിരിക്കുന്നു. ഈ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഇന്നിപ്പോ ഈ സർക്കാർ ഏത് കാര്യം തീരുമാനിക്കുന്നത് ഈ പറയുന്ന മതവിഭാഗത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അവരാണ് തീരുമാനിക്കുക. ഒരു റോളും ഇക്കാര്യത്തിൽ കേരള സർക്കാരിനെ സംബന്ധിച്ചില്ല. എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ ഇടയ്ക്ക് നമ്മൾ വേറൊന്നും ആലോചിച്ചു എന്നറിയില്ല, കേരളത്തിലെ സർക്കാർ പറഞ്ഞു ഞങ്ങള് പഠന സമയം മാറ്റും. 15 മിനിറ്റ് രാവിലെ 15 തുടങ്ങുന്നു, വൈകിട്ട് 4:15 തീർക്കും എന്നൊക്കെ പറഞ്ഞ് എവിടെ പോയി ഇപ്പൊ അത്? അപ്പോൾ അവിടെ എതിർപ്പായിട്ട് വന്നു. മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു എതിർപ്പ് വന്നപ്പോഴത്തേക്ക് സംഗതി കഴിഞ്ഞു. കാരണം ഈ കേരള സർക്കാരിൽ നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, കേരളത്തിന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്?
അത് അയാൾക്കില്ലാത്ത ഏക പണി വിദ്യാഭ്യാസമാണ്. ഈ പറയുന്ന വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാവുക, ഉന്നത വിദ്യാഭ്യാസത്തിന്റെ മന്ത്രിയാണെങ്കിൽ അതിനേക്കാളും വലിയൊരു കെട്ടുകാഴ്ചയ്ക്ക് എഴുന്നള്ളിച്ചുകൊണ്ടുണ്ടാക്കുന്ന ഒരു സഹോദരിയാവുക. ഈ പറയുന്നവർക്ക് എന്ത് താല്പര്യം അതിനകത്തുള്ളത്? ഇവർ തീരുമാനങ്ങൾ എടുക്കുന്ന ആരോട് ചോദിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നു? ഇവർ ഏതെങ്കിലും തരത്തിൽ ചർച്ചകൾ നടത്തുന്നുണ്ടോ? ഇവർ പാർട്ടി ഫോറത്തിലാണോ തീരുമാനങ്ങൾ എടുക്കേണ്ടത്? വിദ്യാഭ്യാസ വിചക്ഷണന്മാരായിട്ട് ഇവർ ആലോചിച്ചിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങൾ ഇവർ ആലോചിക്കേണ്ടതല്ലേ? ഇപ്പം ഇവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഞാൻ മനസ്സിലാക്കുന്നത്, രണ്ടുപേർക്കും രണ്ട് അജണ്ടകളുണ്ട്. കേരള സർക്കാരിന്റെ പ്രധാനപ്പെട്ട അജണ്ട യോഗ പോലെയുള്ള പരിപാടികൾ പോലും കേരളത്തിൽ, അത് ഫിറ്റ്നസിന്റെ പ്രോഗ്രാമാണ്. ആ യോഗ ഫിറ്റ്നസ് പോലും കേരളത്തിൽ നിന്ന് ഈ സുംബ ഫിറ്റ്നസിന്റെ പേരിൽ തുടച്ചു മാറ്റാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ പരിശ്രമിക്കാൻ എല്ലാ സാധ്യതയുണ്ട്. അല്ല, ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ പഠന പ്രക്രിയ വഴി നടത്തുന്ന ചില കാര്യങ്ങളുണ്ട്, അത് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിയമത്തിൽ ഉൾപ്പെട്ടതാണ്. അങ്ങനെ ഒരു നിയമം നടപ്പാക്കാൻ ശ്രമിച്ചാൽ അതിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ട് പങ്കെടുക്കണം, ആരും മാറിയിരിക്കാൻ പാടില്ല, രക്ഷിതാക്കൾക്ക് അതിനകത്ത് ഇടപെടാൻ പറ്റില്ല, അതിന് ഇടപെടാൻ സമ്മതിക്കില്ല. അങ്ങനെയുള്ള പറച്ചിൽ അതിനപ്പുറത്തേക്ക് ആർജവമുള്ള നിലപാടായിട്ട് അത് മാറുമോ? മാറില്ല. കാരണം നമ്മൾ രണ്ട് തരത്തിലാണ്. ഈ തരത്തിൽ ഒരു ആർജവമുള്ള നിലപാട് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ വിഷയം പഠിക്കണം. അദ്ദേഹത്തിന് സൂംബ ഡാൻസ് എന്ന് അദ്ദേഹത്തിന് അറിയാമോ? സൂംബ ഫിറ്റ്നസ് എന്താണെന്ന് അദ്ദേഹത്തിന് അറിയോ? ഒന്നും അറിയില്ല. അങ്ങനെ വല്ല തൂമ്പ ഫിറ്റ്നസ് ആണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. പിന്നെ അങ്ങേരുടെ ആരോ പറഞ്ഞിട്ട് ഒരു ക്യൂബൻ പേര് റൂംബ എന്നങ്ങണ്ട അതിനകത്ത് പേരുണ്ട്, അതിൻ്റെ പേരിൽ എടുത്തു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് കേരള സർക്കാരിനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ഒരു പഠനവും നടത്തിയായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയൊന്നുമില്ല. കാരണം കേരളം അങ്ങനെ ഒരു പഠനവും നടത്താത്തതിൻ്റെ പേരിലാണ് വിദ്യാഭ്യാസ രംഗത്ത് അനുദിനം കേരളം പിന്നാക്കം പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളം പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം ഈ വിവരം കിട്ട മന്ത്രിമാരാണ്. ഒരു കാര്യനിശ്ചയമില്ലാത്ത മന്ത്രിമാര്. അവർ വിഷയങ്ങളൊന്നും പഠിക്കുന്നില്ല, അതൊന്നും മനസ്സിലാക്കുന്നില്ല അവരെക്കുറിച്ച്. ഈ പറയുന്ന ഫിറ്റ്നസ്, ഈ സൂംബ ഫിറ്റ്നസ് വാസ്തവത്തിൽ കൃത്യമായിട്ട് പഠനം നടത്തിയിരുന്നെങ്കിൽ, ഇംപ്ലിമെന്റ് ചെയ്തിരുന്നെങ്കിൽ ആർക്കും തർക്കം ഉണ്ടാവില്ലായിരുന്നു. ഇത് കൃത്യമായിട്ട് വിഷയം പഠിക്കാതെ കണ്ടിട്ടെടുക്കുക. പിന്നെ മതവിഭാഗങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കാൻ കേരള സർക്കാർ ഇനിയും തയ്യാറാവുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, കേരളം ഒരു ഇസ്ലാമിക തീവ്രവാദികളുടെ ഒരു ഹബ്ബായിട്ട് കേരളം മാറി എന്ന് പറയല് മാത്രമല്ല, ഹബ്ബായിട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാ ദിനത്തിൽ അദ്ദേഹം തന്നെ യോഗ ചെയ്തുകൊണ്ട് ആ യോഗയെ പ്രോത്സാഹിപ്പിക്കണമെന്ന് പറയുന്നു. സ്കൂളുകളിലേക്ക്, കലാലയങ്ങളിലേക്കെല്ലാം തന്നെ യോഗയ്ക്ക് വലിയ സ്വാധീനവും സ്വീകരണവും കിട്ടുന്നു. ഒരു പക്ഷേ ഈ യോഗയെ തകർക്കാനുള്ള ഒരു തന്ത്രം, കിട്ടിയ ഒരു വടി, അങ്ങനെയാണോ സൂംബയെ മാറ്റുക? അല്ല, അത് തന്നെയാണത്. ഞാനത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് യോഗ ഫിറ്റ്നസിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള വിവരം കെട്ട കമ്മ്യൂണിസ്റ്റുകാരുടെ പരിപാടിയാണത്. ഇപ്പൊ ഈ സൂംബ ഡാൻസ് പറഞ്ഞു, എന്നാ നമ്മുടെ പിണറായി വിജയൻ ഡാൻസ് ചെയ്തിട്ട് കാണട്ടെ നമ്മളൊന്ന്. പിണറായി വിജയന് പറ്റുമോ? പറ്റില്ലല്ലോ. അങ്ങനെ യോഗ കാണിക്കാൻ സാധിക്കുമോ? അത് പറ്റില്ലല്ലോ. കാരണം ആദ്യം എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത ആളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അതേപോലെ തന്നെ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ മുഖം വീർത്ത് ചേർത്ത് കള്ളുപിടിച്ച ആളുകളുടെ മാതിരിയാണ് പുള്ളിയുടെ മുഖം കണ്ടാല്. ഈ തരത്തിൽപ്പെട്ട ആളുകളുടെ ഫിറ്റ്നസ്സിന് തന്നെയാണ് വലിയ പ്രശ്നമുള്ളത്. ഇവരുടെ ഫിറ്റ്നസ്സിലാണ് വലിയ പ്രശ്നമുള്ളത്. ആദ്യം ചെയ്യേണ്ടത് ഇവർക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഇവർ പഠിക്കണം, ഇവർ മനസ്സിലാക്കണം. അതിനുശേഷം സ്കൂളുകൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യണം. ഇപ്പോൾ ഇവരെ സംബന്ധിച്ച് യോഗ ഫിറ്റ്നസ്സിനെ തകർക്കാനായിട്ടുള്ള പരിശ്രമത്തിന്റെ അത് ഇനിയിപ്പോ രണ്ടും വേണ്ടാന്ന് തീരുമാനിക്കാലോ. സൂംബ വേണ്ട, യോഗ വേണ്ട, എന്താ വളരെ എളുപ്പമുള്ള തീരുമാനമാണ്. പക്ഷെ ഇവർക്ക് ഒന്ന് മനസ്സിലാക്കേണ്ടത്, പഴയ കൂട്ടല്ല. കേന്ദ്രം ഭരിക്കുന്നത് നരേന്ദ്രമോദിയുടെ സർക്കാരാണ്, ശക്തമായുള്ള സർക്കാരാണ്. ആ സർക്കാരിനെ തകർക്കാൻ വേണ്ടിയിട്ട്, അതിന്റെ പദ്ധതികൾ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ശിവൻകുട്ടിയല്ല, അതിന്റെ അപ്പുറത്തെ കുട്ടി വന്നാൽ പോലും നടക്കാത്ത രീതിയിൽ അതിശക്തമാണ് കേന്ദ്രത്തിന്റെ നിലപാടുകൾ. ശരിക്കും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനകത്ത് കുട്ടികൾ ഇതിനകത്തൊക്കെ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ സ്വാഭാവിക സൂംബ ഡാൻസ് ഒക്കെ പറയുമ്പോൾ കൊച്ചു കുട്ടികൾക്ക് ഉൾപ്പെടെ ഇഷ്ടമാണ്. കാരണം അവർ സ്കൂൾ യൂണിഫോമിലാണ് ഈ ഡാൻസ് ചെയ്യുന്നത്. ഇപ്പം വസ്ത്രത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം സ്വിമ്മിംഗ് മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരു വിദ്യാർത്ഥി, അതിന് പ്രത്യേക സ്യൂട്ടുണ്ട്, അത് അവിടുത്തെ വസ്ത്രധാരണ കോഡുണ്ട്. ഈ അത്ലറ്റിക്സിൽ ഇപ്പോൾ ഓടാനോ അല്ലെങ്കിൽ ചാടാനോ ഒക്കെ പോകുന്നവർക്ക് അതിൻ്റെതായ വസ്ത്രധാരണ രീതിയുണ്ട്. അപ്പോൾ പിന്നെ ഒരു മതവിഭാഗം ഇപ്പോൾ ഈ സൂംബയെ യൂണിഫോമിൽ സൂംബ നൃത്തം ചെയ്യുന്നതിനെ ഇത്രയും വിവാദമാക്കേണ്ട കാര്യം എന്താണ്? അല്ല, അതിനെ ഒരു പ്രാകൃതമായിട്ടുള്ള എല്ലാ മതവിഭാഗങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങളുണ്ടാവും. ഈ മതവിഭാഗങ്ങളിൽ കാലാനുസൃതമായിട്ടുള്ള പരിഷ്കരണം ആവശ്യമാണ്. മതപണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകൾ മതത്തിൻ്റെ ചാവേറുകളായിട്ട് നിന്നുകൊണ്ട് ചില പദപ്രയോഗങ്ങൾ നടത്തുന്നതിൻ്റെ അപ്പുറത്ത് എന്ത് പാണ്ഡിത്യം അവർക്കുള്ളത്? ഈ മതപണ്ഡിതൻ എന്ന് പറയുന്ന ആള് മതത്തെ സംബന്ധിച്ചോ ഖുറാനെ സംബന്ധിച്ചോ അതിൻ്റെ ആയത്തുകളെ സംബന്ധിക്കുന്ന എന്ത് പാണ്ഡിത്യം അവർക്കുള്ളത്? ഒരു പാണ്ഡിത്യവും ഇല്ല. ചുമ്മാ ഒരു പണ്ഡിതന്മാരെന്ന് വിളിച്ചു പറയുകയാണ്.
ഇവർ പണ്ഡിതന്മാരാന്ന് ചില തങ്ങളുമാര്. ഞാൻ പറയാല്, കേരളത്തിലുള്ള തങ്ങളിക്കൽ ഹെജിമണിയാണ് ഇതിന്റെ പിന്നിലുള്ളത്. ഒരു തങ്ങളിക്കൽ ഹെജിമണി കേരളത്തിലുണ്ട്. ഈ തങ്ങളുമാരാണ് കേരളത്തിൽ കാര്യപരിപാടികൾ തീരുമാനിക്കുക. പാഠ്യപദ്ധതികൾ എങ്ങനെ വേണമെന്ന് അവർ തീരുമാനിക്കുന്നു, ഏത് തരത്തിൽ ഡാൻസ് വേണമെന്ന് അവർ തീരുമാനിക്കുന്നു, ക്ലാസ്സുകളുടെ സമയം എത്ര വേണമെന്ന് അവർ തീരുമാനിക്കുന്നു. അങ്ങനെയാണല്ലോ. രാവിലെ വെള്ളിയാഴ്ച ദിവസം കാലത്ത് 9:30 വരുന്നു, 12:30 പിരിയുന്നു, പിന്നെ 2:30 കൂടുന്നു, 4:30 പിരിയുന്നു. ഇതിന്റെ ഇവിടുത്തെ വിദ്യാഭ്യാസ യൂണിയൻ, അധ്യാപക യൂണിയൻ അടക്കം ഈ പറയുന്ന ആളുകൾക്ക് പണി എന്താ ഉള്ളത്? ഇതിനെ തോശാന മടലല്ലാതെ കണ്ട് അവർക്ക് ആർക്കെങ്കിലും ഇതിനകത്ത് എതിർപ്പുണ്ടോ? ഒരു എതിർപ്പുമില്ല. എന്താ കാരണം? ഇത് മതന്യൂനപക്ഷത്തിൻ്റെതാണ്. മതന്യൂനപക്ഷ സംഘടിതരാണ്. ഈ സംഘടിത വോട്ട് ബാങ്കിന് ഞങ്ങൾക്ക് ഭയമുണ്ട്. അവർ നക്കാപ്പിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും, ഞങ്ങളുടെ സംഘടനകൾക്കും കിട്ടും. അതുകൊണ്ട് ഞങ്ങളാരും എതിർക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സൂംബ ഡാൻസിനെ സംബന്ധിച്ചൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്, കേരളം ഇന്ന് ഭരിക്കുന്ന സർക്കാരിൻ്റെ കീഴിലായതിൻ്റെ പേരിൽ ഒന്നുകിൽ യോഗയടക്കമുള്ള പരിപാടികൾ ഇവർ വേണ്ടെന്ന് വയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ സൂംബ ഡാൻസ് മാത്രം എൻ്റെ കാര്യത്തിൽ ഇവിടുത്തെ ഇസ്ലാമിക തീവ്രവാദികൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ഇവർ അംഗീകരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരും. ഇവർക്കൊരു കരുത്തും അതിനെ സംബന്ധിച്ചില്ല. ഇവർക്ക് അതിനെ സംബന്ധിച്ച് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഇവർക്കൊട്ട് മനസ്സിലായിട്ടുമില്ല എന്താണെന്നുള്ളവരും. എന്തായാലും യോഗയെ ചവിട്ടാനാണോ യോഗ ഒഴിവാക്കാനാണോ ഈ സൂംബ വിവാദം എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമാവുന്നുള്ള ഒരു സംശയമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.